നടിയുമായ ജിപ്സം ബീഗം എന്ന യുവതിയുടെ സോഷ്യൽ മീഡിയയിൽ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും അയച്ചു കൊടുത്ത മുക്കം സ്വദേശി നിശാന്താണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസമാണ് മുക്കത്ത് നിന്ന് നിശാന്തിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നിശാന്തിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഒരു റെസ്റ്റോ കഫേയിൽ കോഫി കുടിക്കാനായി ജിപ്സം പോയതായിരുന്നു. ആ സമയത്ത് അതിന്റെ കോഫി കുടിച്ച ശേഷം പണം അടയ്ക്കാൻ വേണ്ടി ഗൂഗിൾ പേ വഴിയായിരുന്നു പണം അടച്ചത്. ആ ഗൂഗിൾ പേയിലെ നമ്പർ ഉപയോഗിച്ചാണ് നിശാന്ത് ജിപ്സത്തിന് മോശമായിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ അയച്ചു കൊടുത്തത്. ആദ്യം തന്നെ ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ ജിപ്സം ഒന്ന് പരിഭ്രമിച്ചു. കാരണം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ആദ്യം ഈ നിശാന്ത് വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചു. അതിനുശേഷം റെസ്പോൺസ് ഒന്നും ഇല്ലാതായപ്പോഴാണ് ഒറ്റത്തവണ മാത്രം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോശം വീഡിയോ അയച്ചു കൊടുത്തത്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ജിപ്സം ആകെ ഞെട്ടിപ്പോയി. പിന്നീട് വീണ്ടും ഇയാൾ അശ്ലീലമായ മെസ്സേജുകൾ അയച്ചു. ഈ സമയത്ത് ആരാണ് എന്താണെന്നുള്ള ചോദ്യം വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് ജിപ്സം തിരിച്ച് നിശാന്തിന് മറുപടി അയച്ചത്. പക്ഷേ നിശാന്ത് ഇതിൽ അടങ്ങിയില്ല. വീണ്ടും ഇത്തരത്തിലുള്ളൊരു മോശം മെസ്സേജുകളും വീഡിയോകളും പലതവണ ആവർത്തി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ജിപ്സം ഈ മെസ്സേജുകളും വീഡിയോകളും അടക്കം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ യുവാവിനെ തനിക്ക് ഇത്തരത്തിൽ മോശം മെസ്സേജ് അയച്ച യുവാവിനെ അറിയുന്നവർ ദയവായി പറഞ്ഞു തരൂ, എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാനാണെന്ന് ജിപ്സം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് ഇൻഫോ പാർക്ക് പോലീസിന് പരാതി കൈമാറുകയും ചെയ്തു. ഇൻഫോ പാർക്ക് പോലീസ് ഈ പരാതി കേസെടുത്തു. ഈ റെസ്റ്റോ കഫേയിലെത്തി അന്വേഷിച്ചപ്പോഴാണ് അതിലെ ഒരു ജീവനക്കാരനാണെന്ന് മനസ്സിലാവുകയും ചെയ്തത്. ആ സമയത്ത് ഈ ജിപ്സം ഫേസ്ബുക്കിലൂടെ ഈ ദൃശ്യങ്ങൾ ഇടുന്നത് കണ്ട ഈ ദൃശ്യവും തന്റെ ഫോട്ടോയും സഹിതം പബ്ലിഷ് ചെയ്തത് കണ്ട് തന്നെ നിശാന്ത് ഒളിവിൽ പോയിരുന്നു. പിന്നീട് സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെയാണ് ജിപ്സത്തിന് പരാതിയെ തുടർന്ന് ഈ നിശാന്തിനെ പോലീസ് മുക്കത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. നിശാന്ത് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്റെ റെസ്റ്റോ കഫേയിലെ കൊച്ചിയിലെ തന്നെ ഒരു റെസ്റ്റോ കഫേയിലെ ജീവനക്കാരനാണ്. അവിടെ ഗൂഗിൾ പേ കോഫി കുടിച്ച ശേഷം ഗൂഗിൾ പേ ചെയ്യാൻ വന്നതായിരുന്നു ഈ യുവതി. ആ സമയത്താണ് അവരുടെ നമ്പർ എടുത്ത് താൻ ഇത്തരത്തിലുള്ള മെസ്സേജുകളും അശ്ലീലമായിട്ടുള്ള വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തതെന്ന് നിശാന്ത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഇതിലേറെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികളായിക്കോട്ടെ, നമ്മളെല്ലാവരും കടകളിൽ പോകുന്നതാണ്, സാധനങ്ങൾ വാങ്ങാൻ നേരം ഗൂഗിൾ പേ ചെയ്യുന്നതാണ്. അവിടെയൊക്കെ നമ്മുടെ നമ്പർ പലപ്പോഴും നമ്മൾ ഒരു സ്ഥാപനത്തിന് കൈമാറുന്നു, അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങി കഴിയുമ്പോഴേക്കും വസ്ത്ര വ്യാപാര ശാലകളിലൊക്കെ പോയി നമ്മൾ ബില്ലിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ നമ്പർ ആവശ്യപ്പെടുന്നു. നമ്മൾ ആ നമ്പർ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ എത്രമാത്രം സുരക്ഷിതമുണ്ട് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള നമ്പറുകൾ ഈ നിശാന്തിനെ പോലെ പലരും ഇത്തരത്തിലുള്ളൊരു ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പെൺകുട്ടികൾ പലപ്പോഴും കടകളിൽ പോയി ഇത്തരത്തിൽ നമ്പർ കൊടുക്കുമ്പോഴെങ്കിലും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കേസ് നമ്മളെ അത്തരത്തിൽ പുനർചിന്തന നടത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. കാരണം ഒട്ടും സേഫ് അല്ല. നമ്മൾ കൊടുക്കുന്ന നമ്പർ ആരുടെയൊക്കെ കൈകളിലാണ് പോകുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അതിനെ മിസ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫോണിലെ വിവരങ്ങൾ ഇവർക്ക് എടുക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇതിൽ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ഇത്തരത്തിലൊരു നമ്പർ കൈമാറേണ്ടതുള്ളൂ. കാരണം ഇത്തരത്തിലുള്ളൊരു സംവിധാനം, അതായത് നമ്മൾ നമ്പർ കൊടുക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഇടത്തിലാണെന്ന് ഒരിക്കലും കരുതരുത്. അത് തന്നെയാണ് ഇവിടെ ജിപ്സത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അതോടൊപ്പം ഈ നിശാന്ത് ഇത്തരത്തിൽ ഈ നമ്പർ യൂസ് ചെയ്തതൊന്നും ഈ സ്ഥാപനത്തിലെ മറ്റ് ഉള്ളവരോ ഉടമസ്ഥരോ ഒന്നും അറിഞ്ഞിട്ടില്ല. അത്തരത്തിലാണ് ഈ ഗൂഗിൾ പേ ചെയ്യുന്ന നമ്പർ നിശാന്ത് അവിടെ നിന്നും എടുക്കുകയും പിന്നീട് ഇത്തരത്തിലൊരു മോശം മെസ്സേജ് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത്.
ജിപ്സത്തിനെ പോലെ ഇത് പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ പരാതിപ്പെടാൻ എത്ര പേര് ധൈര്യപ്പെടുമെന്നാണ് അടുത്ത ചോദ്യം. കാരണം ഒരുവിധപ്പെട്ട സ്ത്രീകൾ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായാൽ അവർക്കത് പുറത്തു പറയാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാൻ പേടിയായിരിക്കും. പക്ഷേ ജിപ്സം ഇത്തരത്തിൽ താനൊരു മോഡലാണ്, താനൊരു പബ്ലിക് ഫിഗർ ആണ്. പക്ഷെ തനിക്കെതിരെ നേരിട്ട ഈ ഒരു ദുരനുഭവം പൊതുസമൂഹത്തിനോട് അല്ലെങ്കിൽ പോലീസിനോട് വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചത് കൊണ്ടാണ് നിശാന്തിനെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞത്. പക്ഷേ ഇതുപോലെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന പല സ്ത്രീകളും പേടിച്ച് ഇത് പുറത്തു പറയാതിരിക്കുന്നു. പക്ഷെ അവരെയൊക്കെ പല രീതിയിൽ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നതുകൂടി നമുക്ക് അറിയാൻ കഴിയില്ല. പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് പറയാൻ ഒരു നാണക്കേട് വിചാരിക്കുന്നു. ജിപ്സത്തെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ തന്നെ അവർക്കെതിരെ ഉണ്ടായ സൈബർ അറ്റാക്കും വലിയ രീതിയിലുള്ളൊരു സൈബർ അറ്റാക്കാണ് അവർക്കും നേരിടേണ്ടി വന്നത്. കാരണം ഒരു മോഡലാണ്, പബ്ലിക് ഫിഗർ ആണ്, നടിയാണ്. അപ്പോൾ അവരുടെ മോഡലിംഗിനെ തരത്തിലുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലടക്കം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് പോലീസിൽ പരാതിപ്പെട്ടു. നമ്മൾ ന്യൂസ് 18 ആദ്യം ജിപ്സ ബീഗത്തിന്റെ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അവർ പരസ്യമായി പ്രതികരിക്കുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ജിപ്സ ബീഗം ആദ്യമായി തനിക്ക് അനുഭവപ്പെട്ട ദുരനുഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞത്. പിന്നീട് നമ്മളത് വാർത്ത ചെയ്തതാണ്. നമ്മൾ ചെയ്ത ആ വാർത്തയുടെ താഴെ കമന്റുകളടക്കം വന്നു. ഇവർക്ക് ഈ രീതിയിലൊരു വാർത്ത നമ്മൾ ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. ആ സമയം മുതൽ, അതായത് ടോമി വാർത്ത നമ്മൾ ഇത് വാർത്ത നൽകിയ ശേഷം നമ്മുടെ യൂട്യൂബിൽ വന്ന ഒരുപാട് കമന്റ്, ഇതെല്ലാം നെഗറ്റീവാണ്, ജിപ്സിക്ക് എതിരായിട്ടുള്ള കമന്റുകളാണ്. കാരണം അവർ പ്രധാനമായും പറയുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ്, ഈ യുവതി ഇടുന്ന സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ് എല്ലാം അശ്ലീലമായിട്ടുള്ള രീതിയിലല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി വസ്ത്രം ധരിക്കേണ്ടത്, മോഡലാണെന്ന് വെച്ച് എന്ന് ചെയ്യാമോ എന്ന തരത്തിലുള്ള വളരെ ഇവരെ വ്യക്തിഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് അടക്കം നടത്തിയുള്ളൊരു കമന്റുകൾ പലപ്പോഴും ഈ യൂട്യൂബിൽ നമ്മുടെ ഈ വാർത്തയ്ക്ക് താഴെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഈ പെൺകുട്ടി, ഈ യുവതി ഇത്തരത്തിലല്ലേ വസ്ത്രം ധരിക്കുന്നത്, അത് കണ്ടാൽ ഏതാണാണ് അല്ലെങ്കിൽ ഏത് പുരുഷനാണ് ഇങ്ങനെ ചെയ്യാത്തത്, അയാൾ ചെയ്തതിൽ എന്താ തെറ്റെന്ന് അടക്കമുള്ള വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അതിലുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ടോം, ഒരു സ്ത്രീയാണ്, അവർ പബ്ലിക് ഫിഗർ ആണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, വസ്ത്രധാരണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ത്രീ ഒരു മോഡലാണ്, അവരുടെ പ്രൊഫഷൻ അതാണ്. അത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിന് മറുപടിയായി അല്ലെങ്കിൽ ഇത്തരം ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ഉള്ള ധൈര്യം ആർക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ സമൂഹം മാറുന്നു എന്നതാണ്
ഇവിടെ ഏറ്റവും പൊതുവായിട്ട് ഉന്നയിക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകേണ്ടി വരുന്നത്? ഒരു പുരുഷൻ ഇത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ എത്ര സ്ത്രീകളാണ് അതിന് പിന്നാലെ പോയി ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്? എന്തായാലും ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം ജിപ്സയെ എല്ലാ വിധത്തിലും ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് ജിപ്സിക്ക് നേരെ നേരിടേണ്ടി വന്നത്. പക്ഷേ അവർ തന്റെ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് പോലീസിലേക്ക് പോയതും പിന്നീട് പോലീസിൽ നിന്നും ഒരു നീതി കിട്ടുന്നതും. എത്ര സ്ത്രീകളാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായാൽ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പൂർണ്ണമായി നീതി കിട്ടിയെന്ന് പറയാൻ കഴിയുമോ? കാരണം ഒരു മാസം മുൻപാണ് ഈ സംഭവം നമ്മളടക്കം വാർത്ത ചെയ്തത്. പരാതിയുമായി ജിപ്സ ബീഗം ഒരു മാസം മുൻപാണ് ഇൻഫോ പാർക്ക് പോലീസിനെ സമീപിച്ചത്. പക്ഷേ ഒരു മാസമായി, കാരണം കൃത്യമായ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം വന്ന് പുറത്തുവിട്ടതാണ്, മാധ്യമങ്ങളുടെ പുറത്തു വന്നതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം തുടക്കത്തിൽ തന്നെ ജിപ്സ ബീഗം അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതുമാണ്. കാരണം ഇത്തരമൊരു, അതായത് ഒരു സ്ത്രീ, ഒരു പബ്ലിക് ഫിഗർ കൂടിയായിട്ടുള്ള, ഒരു നടി കൂടിയായിട്ടുള്ള ഒരു സ്ത്രീ പരസ്യമായി പ്രതികരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടും ഈ വിഷയത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നതൊരു വസ്തുതയല്ലേ? തീർച്ചയായിട്ടും തുടക്കത്തിൽ അങ്ങനെ ഒരു ആരോപണം ജിപ്സയും ഉന്നയിച്ചിരുന്നു. കാരണം തനിക്കുണ്ടായ ഈ സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല. അതിൽ തന്റെ ഭാഗത്ത് അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വിധത്തിലൊരു കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ജിപ്സ ആദ്യമേ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് പോലീസ് ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പിന്നീട് സൈബർ സെല്ലിന്റെ അടക്കം സഹായം തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സംഭവം അറിഞ്ഞ പിന്നാലെ തന്നെ പ്രതി കൊച്ചിയിൽ നിന്ന് മുങ്ങുകയും ചെയ്തു. പോലീസിന് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു മറുപടിയാണ് ജിപ്സ ബീഗത്തിന് നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് വളരെ വൈകിയാണെങ്കിൽ പോലും പോലീസ് ആ പ്രതിയെ കണ്ടെത്തുകയും പിടികൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സൈബർ സെല്ലിന്റെ അടക്കം സഹായം തേടിയാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു ദുരനുഭവമാണ് നടി ജിപ്സ ബീഗത്തിന് നേരെ ഉണ്ടായത്. ഒരു മാസം മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ, വാട്സാപ്പിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ, അശ്ലീല വീഡിയോകൾ അടക്കം ഒരു യുവാവ് ജിപ്സ ബീഗത്തിന് അയച്ചു കൊടുക്കുന്നത്. പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടു. ഒരു മാസമായും പരാതി നൽകി ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. ഗൂഗിൾ പേയിലൂടെ, അതായത് ജിപ്സ ബീഗം കടയിൽ പോയപ്പോൾ ഗൂഗിൾ പേയിലൂടെയാണ് ഈ പണം നൽകിയത്. അതിൽ നിന്നും ഗൂഗിൾ പേയിൽ നിന്നാണ് ജിപ്സ ബീഗത്തിന്റെ നമ്പർ എടുക്കുകയും പിന്നീട് വാട്സാപ്പിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ, അശ്ലീല വീഡിയോകളും അയച്ചു നൽകുകയും ചെയ്തത്. കടകളിൽ പോകുമ്പോൾ നമ്മളൊക്കെ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതാണ്. അതും വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.